ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സാജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു അടിപൊളി കുംസാണ് ഉണ്ടാക്കുന്നത്. കുംസെന്നോ കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ നേന്ത്രപ്പഴം, നല്ലോണം പഴുത്തതാണിത്. പിന്നെ ഒരു ക്യാരറ്റും 4 മുട്ട, 1 കപ്പ് തേങ്ങ, ഒരു 5-6 ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. അത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ 4 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നേന്ത്രപ്പഴം ഒന്ന് ചെറുതായി മുറിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഴുത്ത പഴയതുകൊണ്ട് നന്നായിട്ട് മധുരം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/2 കപ്പ് മൈദയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി അടിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങയും ഈത്തപ്പഴവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് നന്നായി ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം. സൈഡിലും പുരട്ടണം. അപ്പോൾ നന്നായി നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 35 മിനിറ്റ് എടുക്കും ഇത് വേവാൻ. അപ്പോൾ 35 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം സാധാരണ കേക്ക് പോലെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവില്ല, എന്നാലും നല്ലൊരു സ്പോഞ്ച് ടൈപ്പിൽ തന്നെയാണ് ഇതുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.